എവിടെ നിന്നാണ് ഈ മയക്കുമരുന്നുകൾ വരുന്നത്? ഈ സംസ്ഥാനത്ത് എവിടെയും ഇത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. പിന്നെ എവിടെ നിന്ന്? അദ്ദേഹം പറയുന്നു, ഇവിടെ ഒരിടത്തു നിന്നും 562 കിലോ കൊക്കൈനും 40 കിലോ മരിജുവാനയും പിടികൂടി. അത് വന്നത് മഹാത്മജിയുടെ ജന്മനാടായ ഗുജറാത്തിൽ നിന്നും. മറ്റൊരിടത്തു നിന്ന് 208 കിലോ കൊക്കൈൻ പിടികൂടി. അത് വന്നതും ഗുജറാത്തിലെ അങ്കലേശ്വർ എന്ന സ്ഥലത്ത് നിന്ന്. അങ്കലേശ്വരത്ത് റെയ്ഡ് നടന്നു. വീണ്ടും 518 കിലോ കൊക്കൈൻ പിടിച്ചെടുത്തു. മൊത്തം 1289 കിലോ കൊക്കൈനും 40 കിലോ മരിജുവാനും. മൊത്തവില 13,000 കോടി രൂപ. എവിടെ നിന്ന് വന്നു? അവിടെ നിന്നും, ഗുജറാത്തിൽ നിന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു, അല്ലെങ്കിൽ ചോദിക്കുന്നു, എങ്ങനെയാണ് രാജ്യത്തെ മയക്കുമരുന്നിന്റെ വിൽപ്പന കേന്ദ്രമായി ഗുജറാത്ത് മാറിയത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 3,959 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ പിടിക്കപ്പെട്ടു. അതിൽ തന്നെ 1,189 കോടിയുടേത് ഗുജറാത്തിൽ നിന്ന് മാത്രമാണ്. ഇത് ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റയാണ്. അവിടെ മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയും അത് പ്രോസസ് ചെയ്യാനുള്ള ക്രമീകരണങ്ങളും ഗുജറാത്തിൽ വ്യാപകമായി നടന്നുവരുന്നു. മയക്കുമരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എത്തുന്നത് കടൽ വഴി, ഗുജറാത്തിലെ തുറമുഖങ്ങൾ വഴി, പ്രത്യേകിച്ച് മുന്ദ്ര പോർട്ട് വഴി. 2021 മുന്ദ്ര പോർട്ടിൽ നിന്നും 3,000 കിലോ ഹെറോയിൻ പിടിച്ചെടുത്തു. രാജ്യം കണ്ട ഏറ്റവും വലിയ തുക 21,000 കോടി രൂപയുടെ ഹെറോയിനാണ് അന്ന് പിടിക്കപ്പെട്ടത്. പിന്നെയും മുന്ദ്ര പോർട്ടിൽ നിന്നും മാത്രം കോടികളുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കപ്പെടുകയും പിടിച്ചെടുക്കാത്തവ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. കുറച്ചു വർഷങ്ങൾക്കിടയിൽ ഗുജറാത്തിൽ നിന്നും മാത്രം 2.5 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കപ്പെട്ടു. പിടിക്കാത്തത് എത്ര കോടി? മുന്ദ്ര പോർട്ട് വഴിയെത്തുന്ന മയക്കുമരുന്നുകൾ സ്വീകരിക്കാനായി ഫാക്ടറികൾ തയ്യാറായി നിൽക്കുന്നു. അവിടെ നിന്നും ഇത് രാജ്യത്തിന്റെ മുക്കിനും മൂലയിലേക്കും ഒഴുകുന്നു. രാജ്യത്തെ യുവത്വം ഇരയായി കൊഴിഞ്ഞു വീഴുന്നു. മുന്ദ്ര പോർട്ട് ആരുടേതാണ്? അദാനിയുടേത്. ആ മുഖ്യമന്ത്രി ഇത്രമേ പറഞ്ഞുള്ളൂ. അയാളുടെ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ കേരളത്തിൽ വിഴിഞ്ഞം പോർട്ടിൽ ഹെറോയിൻ പിടികൂടി. വിഴിഞ്ഞൻ പോർട്ട് ആരാണ് നടത്തിപ്പ്? അദാനി. രാജ്യാന്തര തലത്തിലുള്ള മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി നമ്മുടെ വിഴിഞ്ഞവും മാറി. അതിലൂടെ കേരളവും. ആരുണ്ട് ചോദിക്കാൻ? ആരുമില്ല. എല്ലാ നാവുകളും വരണ്ടുണങ്ങി താണുപോയിരിക്കുന്നു. എല്ലാ കൈകളിലും ചങ്ങല വീണിരിക്കുന്നു. ജീവിക്കാനുള്ള കൊതിയാലോ ആനുകൂല്യങ്ങളുടെ ആകർഷണത്തിലോ വീണുപോയിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ, പൗരസമൂഹം ആകെയും. ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ തലച്ചോർ ഇവർ മാന്തിയെടുത്ത് കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഒരു വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ വഴിയിലൂടെ മുൻപോട്ട് പോകാനേ മാർഗമുള്ളൂ. കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ പോയി. എവിടെ നിന്നും നീതി പ്രതീക്ഷിക്കരുത്. നിയമങ്ങൾ തുരുമ്പെടുത്തു പോയതാണ്. വിരൽ ചൂണ്ടുന്നവൻ ജയിലിലടയ്ക്കപ്പെടുകയോ മരണത്തിന് വഴങ്ങേണ്ടിയോ വന്നേക്കാം. എന്നാലും പറയാതിരിക്കാൻ തരമില്ല. മരണം ഒരിക്കലല്ലേ ഉള്ളൂ.